ഹായ്, അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് സെയിൽ വീഡിയോ ആയിട്ടൊന്നും അല്ല. എൻ്റെ കയ്യിലുള്ള കുറച്ച് വെറൈറ്റി റോസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് കൂഡോസ് ജൂബിലി എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ. നല്ലൊരു വെറൈറ്റിയാണ്. ഡേവിഡ് ഓസ്റ്റിൻ റോസ് പോലെ തോന്നുന്നുണ്ടെങ്കിലും ഇതൊരു DA റോസ് വെറൈറ്റി അല്ല കേട്ടോ. അടിപൊളി സ്മെല്ലാണ്, നല്ലൊരു ഫ്രാഗ്രൻസോട് കൂടിയ നല്ല വലിപ്പമുള്ള പൂക്കളൊക്കെയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് വരുന്നത്. എൻ്റെ കയ്യിലുള്ള പ്ലാന്റ്സിന് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്, അതുപോലെ പൂക്കൾക്കും നല്ല വലിപ്പമുണ്ട്. അടിപൊളി സ്മെല്ലുമാണ് കാണാനായിട്ട്. ഡേവിഡ് ഓസ്റ്റിൻ റോസ് പോലെയൊക്കെ നമുക്ക് തോന്നും, പക്ഷേ DA റോസ് വെറൈറ്റി അല്ല കേട്ടോ. നല്ല സ്മെല്ലാണ്, അടിപൊളിയായിട്ടുള്ള കളർ ഷെയ്ഡിലാണ് വരുന്നത്. ഒരു ഫ്ലവർ ഈ ഷെയ്ഡും, പിന്നെ ഏകദേശം കൊഴിയാറായപ്പോഴത്തേക്കും കളർ ചേഞ്ച് ആയിട്ട് ഈ ഒരു കളർ ഷെയ്ഡിലുമാണ് വന്നേക്കുന്നത്. നല്ല വലിപ്പമുള്ള പൂക്കളാണ്, അതുപോലെ തന്നെ കാണാനും വളരെ ഭംഗിയാണ് കേട്ടോ. കൂഡോസ് ജൂബിലി എന്നാണ് ഇതിൻ്റെ ID വരുന്നത്. ഈ റോസുകളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ഏതൊക്കെ വെറൈറ്റി ആണെന്നുള്ളതൊന്ന് കമൻറ്റ് ബോക്സിൽ കൊടുക്കണം കേട്ടോ. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഇതാണ് ബേബി റൊമാൻറ്റിക്ക എന്ന് പറയുന്ന ഈ ഒരു റോസ് വെറൈറ്റി ആണ്. ഇത് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ പേരുടെ കയ്യിലൊക്കെ ഈ ഒരു റോസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഏകദേശം 3 വർഷമായിട്ട് ഈ ഒരു പ്ലാന്റ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. നമ്മുടെ തുടക്കം മുതൽ കഴിഞ്ഞിട്ടൊരു 6 മാസം സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 6 മാസമൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു വെറൈറ്റി റോസ് സെയിലിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഓൺ റൂട്ടഡും നാടൻ ബഡ്ഡിങ്ങും ഒക്കെയാണ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അതിലൊരുപാട് പേര് നമുക്ക് വീഡിയോസൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചതൊക്കെ പൂക്കളുണ്ടാവുന്നത് ഒത്തിരി പേര് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബേബി റൊമാൻറ്റിക്ക എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചൊരു കസ്റ്റമർ യൂട്യൂബിൽ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്, പക്ഷേ പുള്ളിക്കാരി ഡേവിഡ് ഓസ്റ്റിൻ റോസ് എന്ന് പറഞ്ഞിട്ടാണത് മെൻഷൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു, ഇത് ഡേവിഡ് ഓസ്റ്റിൻ റോസ് വെറൈറ്റി അല്ല, ഇത് ബേബി റൊമാൻറ്റിക്ക എന്ന് പറയുന്നൊരു ക്രീപ്പർ വെറൈറ്റി ആണെന്ന് ഞാൻ പുള്ളിക്കാരിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡിലാണ് പൂക്കൾ വരുന്നത്. പിന്നെയുള്ളത് ഇതാണ് കേട്ടോ, അന്നേഡുപ്പേരിയാണ്. യെല്ലോയിൽ വരുന്നൊരു റെയറായിട്ട് വരുന്ന യെല്ലോ ക്രീപ്പറാണ്. ഇതും ഒരു ക്ലൈംബർ റോസ് തന്നെയാണ്. നമുക്കിതിൻ്റെ അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത്. അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് DA കോൺസ്റ്റൻസ് ആണ് കേട്ടോ. DA കോൺസ്റ്റൻസ് ആണെന്ന് ഇതിൻ്റെ ID വരുന്നത്. ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് വളരെ ഭംഗിയാണ്. പിങ്കും വൈറ്റും ഒക്കെ ഇങ്ങനെ ഡാർക്കും ലൈറ്റ് ആൻഡ് ഷെയ്ഡും ഒക്കെ ആയിട്ട് മിക്സ്ഡ് ആയിട്ട് വരുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ ഇത് DA കോൺസ്റ്റൻസ്. പിന്നെ ഇത് ഞാൻ വെള്ളയാണിയിൽ പോയപ്പോഴത്തേക്കും അവിടെ നിന്നൊരു വീട്ടിൽ നിന്ന് കട്ടിങ് മേടിച്ചിട്ട് കൊണ്ടുവന്ന് ഗാർഡനിൽ വെച്ച് പിടിപ്പിച്ചെടുത്തൊരു റോസാണ്. ID എനിക്കറിയില്ല. ഇത് വന്നിട്ട് നമ്മുടെ ബേബി റൊമാൻറ്റിക്ക പോലെ തന്നെ വരുന്നതിൽ സ്ട്രൈപ്പാണ് കേട്ടോ. ബേബി റൊമാൻറ്റിക്കയിൽ സ്ട്രൈപ്പ് വരുന്നില്ല, പക്ഷേ ഈ ഒരു റോസിൽ പിങ്കിൽ ഇങ്ങനെ വൈറ്റ് സ്ട്രൈപ്പ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു റോസ് എന്ന് പറയുന്നത് ചൈന 65 എന്ന് പറയുന്നൊരു റോസ് വെറൈറ്റി ആണ് കേട്ടോ. ബട്ടർഫ്ലൈ റോസാണ്. പിങ്ക് ഷെയ്ഡും വൈറ്റും കളർ കോമ്പിനേഷനിലാണ് വരുന്നത്. ഇത് ബഞ്ചായിട്ടാണ് പൂക്കൾ ഉണ്ടാവുക. കണ്ടില്ല, ഇതെല്ലാം കൂടെ വിരിയുമ്പോഴത്തേക്ക് നല്ല കുട പോലെ നിൽക്കും. അത്രമാത്രം ഭംഗിയാണ് ഈ ഒരു റോസ് വെറൈറ്റി കാണാനായിട്ട്. ഇതിൻ്റെയൊക്കെ നല്ല ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് കേട്ടോ എൻ്റെ കയ്യിലുണ്ടായിരുന്നത്, അതായത് മദർ പ്ലാന്റ്സിലുള്ളത്. പിന്നെ ഇത് വന്നിട്ട് എനിക്ക് ID അറിയില്ല, പക്ഷേ DA റോസ് വെറൈറ്റിയാണ് കേട്ടോ. ഞാൻ കുറച്ച് DA റോസസ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഫ്ലവറിങ് ആയൊരു വെറൈറ്റിയാണ്. ID എനിക്ക് മിസ്സായി പോയിട്ടാണ്. പിന്നെയുള്ളൊരു വെറൈറ്റി എന്ന് പറയുന്നത് ഓറഞ്ച് ലൊക്കേറ്റ് എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റിയാണ്. നല്ല ഭംഗിയാണ്, പക്ഷേ പൂക്കൾക്ക് ഒരുപാട് ആയുസൊന്നുമില്ല. ഒരു ദിവസം മാത്രമേ പൂക്കൾ നിൽക്കുകയുള്ളൂ, പക്ഷെ കാണാനായിട്ട് വളരെ ക്യൂട്ടാണ്. ഒരു ക്ലൈംബർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്യുവർ ക്ലൈംബർ അല്ല, എന്നാൽ പടരുന്ന ടൈപ്പ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പടരുന്ന ടൈപ്പുമാണ്. ബഞ്ചായിട്ട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. അത്യാവശ്യം നല്ലൊരു വെറൈറ്റിയാണ്. പിന്നെ ഇതിൻ്റെയും എനിക്ക് ID അറിയില്ല കേട്ടോ. നല്ല പിങ്ക് കളറാണ്, നിറയെ ഇങ്ങനെ ബഞ്ചായിട്ട് പൂക്കൾ ഉണ്ടാവും. നല്ലതുപോലെ നമ്മുടെ പന്നീർ ചേച്ചിയില്ലേ അതേപോലത്തേക്ക് ഫ്ലവറാണ്, പക്ഷെ കുറച്ചുകൂടെ വലിപ്പം ഉണ്ട് ആ ഒരു പ്ലാന്റിന്. പിന്നെ ഇത് ഹോട്ട് ചോക്ലേറ്റിൻ്റെ ക്രീപ്പറാണ് കേട്ടോ. വേറെ പേരുണ്ടോയെന്ന് എനിക്കറിയില്ല. ഹോട്ട് ചോക്ലേറ്റിൻ്റെ ക്രീപ്പർ വെറൈറ്റി ആണ്. നല്ലതുപോലെ പടർന്ന് പൂക്കൾ ഉണ്ടാവും കേട്ടോ ഈ ഒരു റോസ് വെറൈറ്റി എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ലതുപോലെ പടരുന്ന ടൈപ്പ് തന്നെയാണ്. പിന്നെയുള്ളത് ജാപ്പനീസ് റോസ് വെറൈറ്റി ആയ മോൺകൂറാണ് കേട്ടോ. ഇതാണ് മോൺകൂർ എന്ന് പറയുന്ന വെറൈറ്റി. ഇങ്ങനെ നമ്മുടെ പൂക്കളൊക്കെ ഇങ്ങനെ ഈ നോട്ട്ബുക്കിലൊക്കെ ഫ്രണ്ടിലെ കവർ പേജിലൊക്കെ വരാറില്ലേ, അതേ ടൈപ്പിൽ വരുന്നൊരു പൂക്കളാണ് ഇതിൻ്റെത്. ഇതൊരു ജാപ്പനീസ് വെറൈറ്റിയാണ് കേട്ടോ. മോൺകൂർ അല്ലെങ്കിൽ DA 30 എന്നാണ് ഈ ഒരു റോസ് അറിയപ്പെടുന്നത്. മോൺകൂർ എന്ന് പറയുന്നത് നല്ല രസമാണ് കാണാനായിട്ട്. വിരിയുമ്പോഴത്തേക്ക് ഇതൊരു ക്ലൈംബറാണ് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ക്ലൈംബിങ് നേച്ചർ കാണിക്കുന്നൊരു റോസ് വെറൈറ്റി കൂടെയാണിത്.
ഇതിൻ്റെയൊക്കെ മദർ പ്ലാന്റ്സ് ആണ് കേട്ടോ എൻ്റെ കയ്യിൽ കളക്ഷനിലുള്ളത്. മദർ പ്ലാന്റ്സ് ആണ്. ഇതിൻ്റെയൊക്കെ പ്ലാന്റുകൾ ഉടനെ തന്നെ റെഡിയാവും. അധികം വൈകാതെ തന്നെ ഇതിൻ്റെ പ്ലാന്റ്സുകളൊക്കെ നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവരും. ഇപ്പം എൻ്റെ പേഴ്സണൽ കളക്ഷനുള്ള റോസുകൾ ജസ്റ്റ് ഒന്ന് ഫ്ലവറിങ് ആയി നിൽക്കുന്നത് കണ്ടപ്പോൾ വീഡിയോ എടുത്തിട്ടൂന്നേ ഉള്ളൂ. വെറൈറ്റി ആയിട്ടുള്ള റോസുകളുടെ കളക്ഷൻസ് ആണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ താങ്ക് യു.